ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. എന്താന്ന് വെച്ചാൽ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും കംഫർട്ടായിട്ടിരിക്കുന്നത് ഒഴിവാക്കാം. എൻ്റെ ഒരു ഏജിലുള്ളവരെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അവരവരുടെ വീട്ടിലായിരിക്കും. അവരവരുടെ വീട്ടിലിരുന്നിട്ട് അമ്മ ഫുഡ് തരണോ, ചിലപ്പം ഫാദർ വീട്ടിലോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും റവന്യൂ സ്ട്രീമും കാര്യങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ ഇപ്പം മാസം ഇത്ര ഒരു രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മൾ ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര റിലാക്സ് ആണ്. അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലേ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയതൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ ഇറങ്ങിപ്പോകും. ഗെറ്റ് പ്രോബ്ലംസ്, അതായത് ലൈഫിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ല പ്രശ്നത്തിലോട്ടേക്ക് എടുത്ത് ചാട് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടോ, ഓക്കെ, ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിലോട്ടേക്ക് ചിന്തിക്കുക, എനിക്ക് ഇത്ര എമൗണ്ട് വേണം, അതെൻ്റെ മുന്നിലുള്ളൊരു പ്രോബ്ലം ആണ്, ഞാനത് ഫേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ സീക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നു. അപ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് ഫേസ് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, പിന്നെയും ബിഗർ ആൻഡ് ബിഗർ പ്രോബ്ലംസിലോട്ടേക്ക് നമ്മൾ ചെല്ലുക. നമ്മൾ എത്രത്തോളം വലിയ വലിയ പ്രോബ്ലംസുകൾ ഫേസ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്തും അവിടെ നടക്കും. അപ്പം പതിയെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കംഫർട്ട് സോൺ വിട്ട് വർക്ക് ചെയ്യുക.